ദ ബോയിലിംഗ് ഫ്രോഗ് സിൻഡ്രം എന്താണെന്നറിയോ? സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒരു തവളേനെ ഇടാം. നോർമലായിട്ട് എന്ത് സംഭവിക്കുക? ആ തിളച്ച വെള്ളത്തിൽ നിന്നും ജീവനും കൊണ്ട് അത് ചാടിപ്പോവില്ലേ? പക്ഷെ അതേ സമയത്ത് ഒരു തണുത്ത വെള്ളത്തിലേക്ക് ഒരു തവളേനെ ഇട്ടു. എന്നിട്ട് ആ വെള്ളം പതിയെ ചൂടാക്കാനായിട്ട് നോക്കാം. അങ്ങനെ പതിയെ ചൂടാക്കാൻ നോക്കുന്ന സമയത്ത് ആ തവള ചാടിപ്പോവില്ല. പകരം അത് എന്ത് ചെയ്യുന്നറിയോ? പകരം അതിന്റെ ഒരു ശരീര താപനില ആ വെള്ളത്തിനനുസരിച്ച്, ആ വെള്ളം ചൂടായി വരുന്ന ചൂടുണ്ടല്ലോ, ആ ചൂടിനനുസരിച്ച് അത് മാറ്റാനായിട്ട് തുടങ്ങും. അങ്ങനെ മാറ്റി 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 വരുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്നത് എന്ത്? കംഫർട്ട് സോൺ. അതതിന്റെ കംഫർട്ട് സോൺ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ വെള്ളം നല്ല പോലെ തിളച്ചു കഴിഞ്ഞ് അതിന്റെ ശരീര താപനില അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യും? ആ തവള ചാടാനായിട്ട് നോക്കും. പക്ഷെ അപ്പൊ ആ തവളക്ക് ചാടാനായിട്ട് പറ്റും? പറ്റില്ല. ഇതുപോലെ തന്നെ നമുക്ക് പല സാഹചര്യങ്ങളുണ്ടാവും, പല പല കാര്യങ്ങളുണ്ടാവും. നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി ഒരുപാട് ചാൻസസ് ഉണ്ടാവും. ആ സമയത്തൊക്കെ നമ്മൾ പതിയെ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, മറ്റൊന്ന് ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ കംഫർട്ട് സോണിൽ നമ്മൾ സ്റ്റെക്കായി പോലെ ചാടാനായിട്ട് നമ്മൾ ഇനിഷ്യേറ്റ് എടുക്കില്ല. പക്ഷെ ചാടാൻ പോകുന്ന സമയത്ത് ചാടാനുള്ളൊരു ഊർജ്ജം നമുക്ക് ഉണ്ടാവോ? ഇല്ല. ആദ്യമേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫുള്ള് യൂസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ എവിടെ നമുക്ക് ആ ഒരു ഊർജ്ജം ഉണ്ടാവാല്ലേ? അപ്പൊ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ആ തവള മരിക്കാനുള്ള കാരണം എന്താ? വെള്ളം ചൂടായതാണോ? അതോ ആ ചൂടാവുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളോടൊക്കെ ഇങ്ങനെ യോജിച്ച് നിന്ന് 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 ഒരു കംഫർട്ട് സോണിൽ പെട്ടുപോയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിട്ടോ.